കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. ഗണ്ടഗോൾ ഗണ്ടഗോൾ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നേക്ക് ടിൻ മാൻ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ആദ്യം എന്റെ കൂടെ ഏറ്റുമുട്ട്. ടിൻ ഡബ്ബ. ഒരു മിനിറ്റ്. ടിൻ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് കുറച്ച് ടിൻ ഫുഡ് കഴിച്ചേക്കാമേ. എനിക്ക് ഒരുപാട് വിശക്കുന്നു. ഗണ്ടഗോൾ ഗണ്ടഗോൾ. നീ എന്തായി ചെയ്യുന്നത്? ശത്രുവിന്റെ കൂടെ ഏറ്റുമുട്ടാൻ വന്നതാണോ അതോ കല്യാണ വീട്ടിൽ വിരുന്നിന് വന്നതാണോ? എല്ലാം ഇപ്പോൾ നീ നശിപ്പിച്ചു. ഗണ്ടഗോൾ ഗംഗുലിയുടെ ഫിലിം അത് ഡമ്മി പീസ് ആക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അങ്കിൾ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ നോ. അതായത് ഈ ഗണ്ടഗോൾ ഗണ്ടഗോൾ എന്ന് വെച്ചാൽ എന്താണ് അങ്കിൾ? നിങ്ങൾക്ക് അതുപോലും അറിയില്ലേ? ഇങ്ങോട്ട് നോക്ക്. ഒരു ഗണ്ടഗോൾ അതെന്റെ പേരാണ്. ഇനി ഒരു ഗണ്ടഗോൾ അതായത് ഫൈറ്റ് ആക്ഷൻ. പക്ഷെ ഈ ചെക്കനോടല്ലോ എല്ലാം നശിപ്പിച്ചിരിക്ക. ഞാനാണ് ഗണ്ടഗോൾ ഗാംഗുലി. സിനിമ പടം എടുക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. ആർക്കും മനസ്സിലാകാത്തൊരു പേര് അയാളുടെ പേര്. ഇയാളുടെ സിനിമ ആർക്കും മനസ്സിലാവില്ലെന്ന് തോന്നുന്നത്. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഗണ്ടഗോൾ. ഗോണ്ടഗോളിനെക്കാളും വളരെ അധികമായ ഗോണ്ടഗോൾ. ഗോൾ എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് റൗണ്ട് റൗണ്ട് ആയിരിക്കുന്ന ഈ രസഗുല എന്ന് കഴിച്ചേക്കാം. അത് രസഗുല അല്ല, രസഗുല. അതായത് എനിക്ക് സ്ട്രീറ്റില് അതായത് ഞാൻ പറഞ്ഞു വന്നത് സൺ സിറ്റിയിൽ ഹീറോ മാത്രമല്ല ഒരു സൈഡ് ഹീറോ പോലും കിട്ടില്ലെന്നാ തോന്നുന്നത്. ഷെടാ അങ്കിൾ, നിങ്ങൾ ഒരു കാര്യം പറയൂ. അങ്കിളിന്റെ ഫിലിമിലെ ഹീറോ എങ്ങനെയുണ്ടാവണമെന്നാ പറയുന്നേ? ഹീറോ അല്ല, സൂപ്പർ ഹീറോ എന്ന് പറ. എന്റെ ഫിലിമിന് വരുന്ന ഹീറോ വളരെ ബ്രേവ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഒരു ഹീറോ ആണ് എനിക്ക് ആവശ്യം. അവൻ ശത്രുവിനെ ഗണ്ണിൽ നിന്നും തെറിക്കുന്ന ബുള്ളറ്റിനേക്കാൾ വളരെ ശക്തമായി അടിക്കണം. ഒന്നിനും പേടിക്കരുത്. ഈ സ്റ്റീൽ മാന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. പിന്നെ ഓരോ സമയത്തും സൂപ്പറായിട്ട് വിസിലടിക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും കീക്കോയിനുണ്ട്. അത് മാത്രമല്ല അവന്റെ അടുത്ത് സൂപ്പർ സ്പീഡോയും ഉണ്ട്. അതൊരു സൂപ്പർ കാറാണ്. എന്ത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്നാ പിന്നെ കലക്കി. എന്നാ പിന്നെ നീയാണ് ഞങ്ങളുടെ സിനിമയിലെ സൂപ്പർ ഹീറോ, ചട്ടി മാൻ. വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ നിന്നെ എങ്ങനെ ഓവർനൈറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോകുന്നെന്ന്. ഹേയ്, എല്ലാം റെഡിയാക്കൂ. അയ്യോ, ഞങ്ങളുടെ കീക്കോ രാത്രിയിൽ മാത്രമല്ല, പകൽ സമയത്ത്, ആഫ്റ്റർനൂണിൽ, ഈവനിങ്ങില്, ഓൾ ദ ടൈം. ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ് അവൻ. നീ എന്താ കരുതിയത്? സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ അവൻ. സൂപ്പറിനെക്കാളും വളരെ വലിയ സ്റ്റാർ, സൂപ്പർ ഡൂപ്പർ സ്റ്റാർ. ഇന്നു മുതൽ നീയും നിന്റെ കാറും ഞങ്ങളുടെ സിനിമയിൽ ജോലി ചെയ്യണം. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ പടം ഇറക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി ഗോലി. താങ്ക് യു ഫോർ ദി ഓഫർ ഗോണ്ടഗോൾഡ് അങ്കിൾ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫിലിമിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ഷെടാ, എന്താ ഇത്? അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മലയാളം. എന്തുകൊണ്ടാ നിനക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? കാരണം ഞാനും സൂപ്പർ സ്പീഡോയും റോങ്ങിനെ റൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഫിലിമിൽ വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കലക്കി. എന്തൊരു വാക്കാ നീ പറഞ്ഞത്? അതായത് ഡയറക്ടർ ഗോൾ ഗോൾ. ഗോൾ ഗോൾ അല്ല, ഗുണ്ടഗോൾ. ഡയറക്ടർ ഗുണ്ടഗോൾ എന്ന് പറയൂ. ഡയറക്ടർ ഗുണ്ടഗോൾ ഗംഗുലി. നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഹീറോന്റെ റോൾ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഓൾറെഡി ഞാൻ വലിയ വലിയ ഫിലിംസിലെല്ലാം വലിയ വലിയ ആക്ഷൻ റോൾ ചെയ്തിട്ടുണ്ട്. അതെ. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതുവരെ നിങ്ങൾ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ സീൻ ഒക്കെ ചെയ്യുന്നത്. ക്യാമറയിൽ എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും എന്നെ അടയാളം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഫിലിം റോൾ വന്ന് വീഴട്ടെ. ഇത്ര നേരം അയാൾ പറഞ്ഞാലും പച്ചക്കള്ള. പക്ഷെ നിങ്ങൾ അത്ര പെട്ടെന്ന് ആക്ഷൻ സീൻസ് ചെയ്താൽ എനിക്ക് പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. പിന്നെ സിനിമ എടുത്തിട്ട് എന്താ പ്രയോജനം? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ. ഒരു കൊച്ചു പയ്യന് മാത്രമേ എന്റെ സിനിമയിൽ ഹീറോ ആകാൻ പറ്റൂ. നിങ്ങൾക്കൊരു കൊച്ചു ചെക്കനെയല്ലേ ആവശ്യം അങ്കിൾ?
ഞാൻ നിങ്ങളുടെ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി ഓഡിഷന് വന്നതാ. ഹീറോയുടെ റോൾ ചെയ്യാൻ വേണ്ടി വന്നതാ. കുഴപ്പമില്ല, കാണാൻ ആള് സുന്ദരനാണല്ലോ. ഹേയ്, ആദ്യം നിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കുന്ന ആ പാവട എടുത്തു മാറ്റ്. ഞാൻ ആരംഭത്തിലെ ടോണി ബോസിനോട് പറഞ്ഞതാ, ആ പാവാട എടുത്ത് മാറ്റാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നിന്നെ കാണാൻ ജോക്കറിനെ പോലെ ഉണ്ടാവും പറഞ്ഞതാ. സബാഷ്. ഇനി മുതൽ ഈ ടോണിയാണ് എന്റെ സിനിമയിലെ ഹീറോ. ഞാനാണ് ഗോണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ പോവാ. ഗോലി ഗോലി. നീ വേണമെങ്കിൽ നോക്കിക്കോ. നിന്നെ ഞാൻ ഓവർനൈറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റാൻ പോവാ. സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂം എടുത്തോണ്ട് വരൂ. എന്ത് സൂപ്പർ ഹീറോയുടെ കോസ്റ്റ്യൂമോ? അത് കലക്കി. തീർച്ചയായിട്ടും അത് സൂപ്പർ കോസ്റ്റ്യൂം ആയിരിക്കും. ഞാൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് സ്റ്റൈൽ ആയിട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ കാറ്റിൽ പറന്നു പറന്നു പോകും. ഇതാണ് നിനക്കുള്ള സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്റെ വെറും ഷെഡിയോ? ഒരു പക്ഷെ നിനക്ക് എന്റെ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് അറിയില്ലെന്നാ തോന്നുന്നത്. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എന്ത് ചഡ്ഡിമാനോ? ഇങ്ങോട്ട് നോക്കു കുട്ട, സിനിമയുടെ പേര് തന്നെ ചഡ്ഡിമാൻ ആണെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ നിനക്ക് കോസ്റ്റ്യൂമായിട്ട് ഷെഡിയില്ല തരാൻ പറ്റൂ. കോട്ടും സൂട്ടും ഇടാൻ പറ്റൂ. ഇങ്ങനെ ബലൂൺ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് പോയി പടപടാന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേ. പിന്നെ ഈ സീനും നല്ലോണം ഓർമ്മ വെച്ചോ. നമ്മളിപ്പോ ഈ സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. ഇതുപോലെ ഒരു ഷോട്ട് വെച്ചാൽ സൂപ്പർ ആയിരിക്കും. ആൻഡ് ആക്ഷൻ. എന്നെ ആരാ തടഞ്ഞു നിർത്തുന്നതെന്നൊന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ തടഞ്ഞു നിർത്താമടാ. നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് സൺസിറ്റിയെ ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമുണ്ടെങ്കിൽ ആദ്യം എന്നോട് വന്ന് ഏറ്റുമുട്ട്, ടിന്നിന്റെ ഡപ്പ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മേ. നീ പറഞ്ഞതിപ്പോ ഞാൻ ചെയ്ത് കാണിക്കാമെടാ. നീ എന്നോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണല്ലേ? ചേടാ, ഞാൻ പറയാൻ വന്ന ഡയലോഗ് ഒന്ന് ഫുള്ളായിട്ട് പറഞ്ഞു തീർക്കട്ടെ. ഷടാ, എന്തോ ഇതൊക്കെ? അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് ഒരു വളരെ സ്ട്രോങ് ആയ കാർ ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ സിനിമ എടുത്താൽ അത് ഫ്ലോപ്പ് ആയി പോകും. ടോണി, നിന്നെ വെച്ച് ഇതിൽ കൂടുതൽ എനിക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഹണ്ടാഹോൾ അങ്കിൾ. ഹണ്ടഗോൾ അല്ല, ഗോണ്ടഗോൾ. ഞാനാണ് ഗോണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമ പടം പിടിക്കാൻ വന്നിരിക്കുക. ഗോലി ഗോലി. നിന്നെ പോലെ ഡമ്മി സ്റ്റാർ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം സൂപ്പർ ഹീറോയാണ്. ഞാൻ ഇറങ്ങുന്നു. ബൈ. ഒരു മിനിറ്റ് അങ്കിൾ, എന്തിനാ ഇപ്പൊ പാക്കപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ എന്താണ് ആവശ്യം? വളരെ സ്ട്രോങ് ആയ ഒരു സൂപ്പർ ഫാസ്റ്റ് കാർ വേണം. അതില്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് ചെയ്യുന്നില്ല. പക്ഷെ അത്രയ്ക്കൊരു സ്ട്രോങ് ആയ കാർ എവിടുന്ന് കിട്ടും? അതെങ്ങനെയാ ഈ റോബോട്ടിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാ? അയ്യോ, ഒരു കാറും അത്രയ്ക്ക് സ്പീഡ് ആവില്ല സാറേ. അത് ശരിയാണല്ലോ. സൂപ്പർ സ്പീഡോ? കിക്കോ, പ്ലീസ് നീ നിന്റെ സൂപ്പർ സ്പീഡാണ് ഷൂട്ടിങ്ങിന് തന്നേക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. പറ്റില്ല ടോണി, ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ എന്റെ സൂപ്പർ സ്പീഡോ എനിക്ക് തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് സമ്മതിക്ക് കിക്കോ. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും കൂട്ടുകാരല്ലേ? ഏത് ജോലി കൊടുത്താലും ടോണി ഗുലുമാലാക്കുന്നതാണ് പതിവ്. കിക്കോ, ഏതായാലും കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ടോണി ബോസിന് മെന്റൽ കേസാണ്. ചെല്ല്, വേഗം ചെന്ന് പാക്കപ്പ് ചെയ്യ്. ആ ചെക്കൻ സമ്മതിക്കില്ല. പ്ലീസ് കിക്കോ, കുറച്ച് സമയത്തിനെങ്കിലും എനിക്ക് സൂപ്പർ സ്പീഡ് തന്നേക്ക്. ഓക്കെ ടോണി, നിനക്ക് വേണ്ടി കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ സൂപ്പർ സ്പീഡോയെ തന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എനിക്കൊരു പ്രോമിസ് ചെയ്തു തരണം. ഇന്നു മുതൽ നീ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ ദിവസം മുതൽ ഞാൻ ആരെയും കളിയാക്കൂല, ഡിസ്റ്റർബ് ചെയ്യൂല. പ്രോമിസ് പ്ലീസ് എനിക്ക് തന്നേക്ക്. പിന്നെ വേറൊരു കാര്യം, ഈ ഫിലിം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായി മാറും. പിന്നെ ഇതുപോലെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. വേഗം, അതിവേഗം 6
7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ ഈ ഗോൾഡ് അങ്കിളിന്റെ ഫിലിമിൽ ജോലി ചെയ്യണം. കൊള്ളാലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഞാനാണോ ഹീറോ? അല്ല, ഞാനാണ് ഹീറോ. അതെ, അടിപൊളി. ഈ വണ്ടി കാലക്കി നല്ല സ്റ്റൈലായിട്ടുണ്ട്. ടോണി, ഈ പടത്തിൽ നീ തന്നെയാ ഹീറോ. നിന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ആക്കാം. എന്റെ പേര് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കാ. ഗോലി ഗോലി. ചെല്ല് എല്ലാവരും ചെന്ന് അവരവരുടെ ജോലി നോക്കി എല്ലാം അറേഞ്ച് ചെയ്യൂ. ആക്ഷൻ. ഈ കാറിനെ കൂടി ഞാൻ ആദ്യം പൊളിച്ചടുക്കിയ കാറിനെ പോലെ ചിന്ന ഭിന്നമാക്കും. അത് ശരി, നീ എന്നെ പൊട്ടിക്കാൻ പോവുകയാണോ? ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാണ് തകർക്കാൻ പോകുന്നതെന്ന് കണ്ടോളൂ. ഇപ്പൊ എന്ത് പറ്റി ഗോൾഡ് അങ്കിൾ? എന്ത് പറ്റിയെന്നാണ് ചോദിക്കുന്നത്? നിന്റെ കാർ കാരണം എന്റെ റോബോക്ക് വലിയൊരു ഡാമേജ് ഏർപ്പെട്ടിരിക്കുക. പക്ഷെ ഗോൾഡ് അങ്കിൾ, സൂപ്പർ സ്പീഡോയുടെ സിസ്റ്റമിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആരെങ്കിലും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സൂപ്പർ സ്പീഡോ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു കാർ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സിനിമ എടുക്കുന്നത്? ടോണി, നീ ഈ സിനിമയിലെ ഹീറോ അല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു. പാക്ക്. ഒരു മിനിറ്റ് ഗോൾഡ് അങ്കിൾ, എനിക്ക് സൂപ്പർ സ്പീഡോയുടെ പവേഴ്സിനെ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് അവന്റെ പവേഴ്സ് ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാം. അത് ചെയ്താലും മതി. അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഇന്ന് ഞാൻ എടുക്കേണ്ട എല്ലാ സീൻസും ഷൂട്ട് ചെയ്ത് തീർക്കും. ടോണി, ഇപ്പൊ നീയാണ് എന്റെ ഹീറോ. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഞാൻ സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഡീആക്ടിവേറ്റ് സൂപ്പർ സ്പീഡോസ് പവർ ഫോർ ഹാഫ് ആൻ അവർ. ഓക്കേ കിക്കോ. ഇപ്പൊ നിങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യൂ അങ്കിൾ. അടുത്ത അരമണിക്കൂറിന് സൂപ്പർ സ്പീഡോയുടെ ഒരു പവറും വർക്ക്ഔട്ട് ആവില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കേ. ഈസിയാണ്. അവന്റെ കൈവശം മറ്റൊരു പവേഴ്സും ഇല്ല. ആക്ഷൻ. കാർ ഞാൻ പൊളിച്ചെടുക്കാൻ പോവാണ്. ഈ കാറിനെ തകർത്ത് സ്ക്രാപ്പാക്കി മാറ്റാൻ പോവാണ്. ഷൂട്ടിംഗ് എന്ന പേരിൽ ഇവൻ എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ രക്ഷിക്കേ. ഷൂട്ടിംഗ് നിർത്ത്. ആ റോബോട്ട് സൂപ്പർ സ്പീഡോയെ ഡാമേജ് ആക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ കുട്ടി, ഇവിടെ ഞാനല്ലാതെ വേറെ ആരും കട്ട് പറയരുത്. ഇവിടെ ഞാനാണ് ഡയറക്ടർ. ഞാൻ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യൂ. വൗ, ഈ സീൻ കലക്കി. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. സിനിമാ പടം പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഗോലി ഗോലി. നിലവിന്റെ വെളിച്ചത്തിൽ മൂങ്ങിക്ക് താലാട്ടുപെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു വരുന്നത്? സാറിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഗോണ്ടഗോൾ എന്ന് പേരുള്ള ഒരു സയന്റിസ്റ്റ് സൂപ്പർ സ്പീഡോയെ നശിപ്പിക്കാൻ വേണ്ടി സൺ സിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേട്ടു. വരാൻ പോകുന്നു അല്ല, ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. ഓൾറെഡി തകർക്കുന്ന ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ആയാലും ശരി, ഇനി കീക്കോ ആയാലും ശരി, അവരുടെ കാര്യം ഇനി പോക്കാ. പക്ഷെ ഗോണ്ടഗോൾ അങ്കിൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഈ റോബോയെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. ഇത് എന്റെ പുതിയ കണ്ടുപിടുത്തമാണ്, റോബോട്ടിക് ജോഡി. ലോകമെങ്ങും ഇത് ഫേമസ് ആകാൻ പോകുക. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. നിന്റെയും സൂപ്പർ സ്പീഡോയുടെയും ജോഡി നമ്പർ 1 ആണെന്ന് ഞാൻ കേട്ടു.
സോ ഞാനിപ്പോ നിന്റെ സൂപ്പർ സ്പീഡോയെ തകർത്ത് നിങ്ങളുടെ ജോഡി പിരിക്കാൻ പോവുകയാണ്, മനസ്സിലായോ? അതിനുശേഷം ഞാൻ എന്റെ ഈ റോബോയോടൊപ്പം ചേർന്ന് ജോഡി നമ്പർ 1 ആയി മാറുന്നതായിരിക്കും. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ഇനി എല്ലാവരും ജോഡി നമ്പർ 1 എന്ന് ഞങ്ങളെ മാത്രമേ പറയൂ. കീക്കോയ്, നീ ടച്ച് ചെയ്യുന്നതിന് മുൻപ് നീയെ ആദ്യം എന്നോട് ഏറ്റുമുട്ടണം. ഓക്കെ സൂപ്പർ സ്പീഡോ, നിന്റെ പവേഴ്സ് വീണ്ടും ആക്ടിവേറ്റ് ആകുന്നത് വരെ നമ്മൾ ആ ഗോൾഡിന്റെ റോബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ കിക്കോ. നമ്മൾ ആ റോബോട്ടിനെ സൺസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ റോബോട്ട് ടോട്ടൽ സൺസിറ്റിയെയും നശിപ്പിച്ചു കളയും. ഓക്കെ കീക്കോ, എന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ആകാൻ 17 മിനിറ്റ് ബാക്കിയുണ്ട്. നീ നേരെ കാട്ടിലേക്ക് ചെല്ല്. അതിനു മുമ്പ് ആ റോബോട്ടിനെ എന്തെങ്കിലും ചെയ്യാൻ ഞാനൊരു പ്ലാൻ ചെയ്തേക്കാം. ട്രിക്ക് വർക്കൗട്ട് ആവുന്ന സ്ഥലത്ത് നമുക്ക് കിക്കിന്റെ ആവശ്യമില്ല. അവനൊരു പേടിത്തൊണ്ടനാണെന്നാ തോന്നുന്നേ. അവൻ ഓടിപ്പോയി. പക്ഷെ ഇന്ന് നീ എവിടെ പോയി പതുങ്ങിയിരുന്നാലും നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോടെ പവർ വീണ്ടും ആക്ടിവേറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നശിപ്പിച്ചിരിക്കും. കീക്കോ, വേഗം എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യൂ. എന്റെ പവേഴ്സ് ഇനിയും ആക്ടിവേറ്റ് ആകാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. അവൻ ചുറ്റിക്കൊണ്ടടിച്ചാൽ എന്റെ സിസ്റ്റം ഒക്കെ ഹാങ് ആയി പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നീ ആ റൂട്ടിൽ പോ. ആ റൂട്ടിൽ നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കും. പക്ഷെ റോബോട്ട് വലിയ സൈസ് ആയതുകൊണ്ട് സമയമെടുക്കും. നിൽക്ക് സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ വകവരുത്താനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 23 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, റോബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലടാ കൊച്ചിച്ചക്ക. ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോവാ. ഞാനാണ് ഗണ്ടഗോൾ ഗംഗുലി. ശത്രുവിനെ എടുത്തിട്ട് പന്താടാൻ പോവാ. ഗോളി പോലെ തട്ടിക്കളയും ഞാൻ. ഇത് ചതുപ്പ് നിലമാണോ? അവന്മാര് നമ്മളെ ഈ ചതുപ്പ് നിലത്തിൽ തള്ളിവിട്ടിരിക്കുകയാണ്. നീ എന്തുമാത്രം കിക്ക് ചെയ്താലും ശരി കീക്കോ, എന്റെ റോബോക്ക് ഒരു ഡാമേജും സംഭവിക്കില്ല.
കാരണം ഈ റോബോയെ സ്പെഷ്യൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. Powers activated. യെസ്, അരമണിക്കൂർ സമയം കഴിഞ്ഞു. സൂപ്പർ സ്പീഡോയ്ക്ക് പവർ ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. കലക്കി മൈ ഡിയർ ഫ്രണ്ട്. ഏതായാലും നീ തിരിച്ചു വന്നത് നന്നായി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സൂപ്പർ സോളിഡ് ആൻഡ് റോക്കിംഗ്. ഇപ്പോൾ ഞാൻ ഈ ടിൻ ഡബ്ബയെ റോക്ക് ആൻഡ് റോൾ ചെയ്യാൻ പോവുകയാണ്. ആ റോബോ വളരെ സ്ട്രോങ് ആണ്. അതിനെ ഏതാണ്ട് ഒരു സ്പെഷ്യൽ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗുണ്ടഗോൾ അവൻ തന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടോണ്ട് അത് മൂവ് ചെയ്ത് അവൻ റോബോട്ടിനെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ റോബോട്ടിന്റെ തലയിലുള്ള ആ ഗ്ലാസ് ഇല്ലേ, അത് നോർമൽ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഫോർമുല നമ്പർ 89 ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 89. ഇതാണ് ഞാൻ സൂപ്പർ കിക്ക് ചെയ്യേണ്ട സമയം. അവസാനം ഗുണ്ടഗോളിക്കിന്റെ വലയിൽ വന്ന് കുടുങ്ങിപ്പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട റോബോ. റോബോട്ടിന്റെ കയ്യിൽ ചുറ്റിക കൊടുത്തിട്ട് നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി എന്റെ കാൽ കീഴിൽ വന്ന് വീടില്ലേ? എന്തായി പറയുന്നത്? സാറ് ചുരുക്കമായി പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം. കീക്കോയും സൂപ്പർ സ്പീഡോയും ചേർന്ന് സൺസിറ്റിയെ വീണ്ടും ആ ഗുണ്ടഗോൾ പിന്നെ അവന്റെ ആ റോബോട്ടിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. അടിപൊളി. ലോകത്തിലെ നമ്പർ 1 ജോഡി കീക്കോയും സൂപ്പർ സ്പീഡോയുമാണ്. ഗോൾ അല്ല മേര അങ്കിൾ, അത് ശരിക്കും പറയണമെങ്കിൽ ഗോൾ.